ഇരട്ട വോട്ടുള്ളവർ ഒരു വോട്ടേ ചെയ്യുന്നുള്ളൂ എന്ന് ഉറപ്പാക്കണമെന്ന് ഹൈക്കോടതി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാർഗരേഖ കോടതി അംഗീകരിച്ചു. ഇരട്ട വോട്ട് ഉള്ളവരുടെ ദൃശ്യങ്ങൾ പകർത്തി സൂക്ഷിക്കണം. ഒന്നിലധികം വോട്ടുള്ളവരുടെ സത്യവാങ്മൂലം നൽകണം. ആവശ്യമെങ്കിൽ കേന്ദ്രസേനയെ വിന്യസിക്കാമെന്നും കോടതി നിർദ്ദേശിച്ചു. ഓപ്പറേഷൻ ടിൻസ് എന്ന വെബ്സൈറ്റിലൂടെ 4,34,000 ഇരട്ട വോട്ടുകളുടെ വിവരങ്ങൾ പുറത്തുവിടുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇരട്ട വോട്ടുള്ളവർ സത്യവാങ്മൂലം നൽകണമെന്ന നിർദ്ദേശത്തോടെ യോജിപ്പില്ലെന്നും മറ്റ് മാർഗനിർദ്ദേശങ്ങൾ സ്വാഗതാർഹമെന്നും ചെന്നിത്തല പ്രതികരിച്ചു. ഇന്ന് രാത്രി 9 മണിക്ക് ഞാൻ 4,34,000 വ്യാജ വോട്ടർമാരുടെ ഡീറ്റെയിൽസ് പുറത്തുവിടും. അത് പുറത്തുവിടുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അത് പരിശോധിക്കാവുന്നതാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകന്മാർക്ക് അവരവരുടെ ബൂത്തുകളിലെ ഈ കള്ളവോട്ട് പരിശോധിച്ച് നമ്മുടെ ഇലക്ഷൻ ഉദ്യോഗസ്ഥന്മാർക്ക് അവർക്ക് ആ പരാതി കൊടുക്കാവുന്നതാണ്. ഏതായാലും ഹൈക്കോടതി അംഗീകരിച്ച സന്തോഷമുണ്ട്. പിന്നെ കള്ളവോട്ട് ചെയ്യുന്ന ആൾ സത്യവാങ്മൂലം കൊടുക്കുമെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവാത്ത കാര്യമാണ്. ഇവിടെ 2 വോട്ടുണ്ടെന്ന് ആരും സമ്മതിക്കുമോ? കോടതി അത് പറഞ്ഞ് എനിക്ക് മാത്രം മനസ്സിലായില്ല. ഇവിടെ കള്ളവോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2-3 വോട്ട് ചേർത്തവൻ അവൻ പോയി ആരോടാ സത്യവാങ്മൂലം കൊടുക്കുന്നത്? അതൊരു തമാശയായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. ആരും സത്യവാങ്മൂലം കൊടുക്കില്ല. ഞാൻ 2 വോട്ട് ചെയ്യുന്നത് ഞാനും കൊടുക്കുമോ? സത്യവാങ്മൂലം കൊടുക്കുമോ? അപ്പം അത് ശരിയായ നടപടിയല്ല. ബാക്കിയുള്ള മാർഗനിർദ്ദേശങ്ങൾ എന്താണെന്ന് നോക്കട്ടെ. ഏതായാലും ഇനി ഞാൻ അതിനൊന്നും കാത്തു നിൽക്കുന്നില്ല. ഞാൻ www.operationsTins.com ഈ 4,34,000 ഞാൻ കണ്ടുപിടിച്ചത് ഞാൻ പുറത്തുവിടുകയാണ്. എം എസ് അനീഷ് കുമാറും ടി ജി സജിത്തും ചേരുന്നു. അനീഷ് കുമാറിലേക്ക്. അനീഷ്, എന്തൊക്കെയാണ് ഇരട്ട വോട്ട് വിഷയത്തിൽ കോടതിയുടെ നിരീക്ഷണം, നിർദ്ദേശങ്ങൾ? ധന്യ, നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഇടക്കാല ഉത്തരവ് കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. അതിൻ്റെ ചുവട് പിടിച്ച് തന്നെയുള്ള വിധിയാണ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും മർമ്മപ്രധാനമായ ഭാഗം ഇരട്ട വോട്ടുള്ളവർ ഒരു വോട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉറപ്പാക്കണം എന്നാണ് ഈ വിധിയിൽ പറയുന്നത്. ഒപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇരട്ട വോട്ടുകൾ തടയുന്നതുമായി ബന്ധപ്പെട്ട ഒരു മാർഗരേഖ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഈ മാർഗരേഖ കോടതി അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇരട്ട വോട്ടുള്ളവരുടെ ദൃശ്യങ്ങൾ പോളിംഗ് ബൂത്തുകളിൽ ഉദ്യോഗസ്ഥർ പകർത്തി സൂക്ഷിക്കണമെന്ന്, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിനകം തന്നെ ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ സഹായത്തോടുകൂടി ഇത്തരം ഇരട്ട ഇടങ്ങളിൽ പേര് കണ്ടവരുടെ ദൃശ്യങ്ങൾ പകർത്തി സൂക്ഷിക്കണം എന്ന് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു. ആവശ്യമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ക്രമസമാധാന പ്രശ്നങ്ങൾ ഒഴിവാക്കാനായി കേന്ദ്രസേനയെ വേണമെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വിന്യസിക്കാമെന്നും പറയുന്നു. ഒപ്പം വോട്ടർ പട്ടികയിൽ ഓരോ വോട്ടർമാരുടെയും ഫോട്ടോ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. ഒപ്പം ഈ ഇരട്ട വോട്ടർമാരുടെ പട്ടികയിൽ ഉൾപ്പെട്ട ആളുകൾ പോളിംഗ് ബൂത്തുകളിൽ വോട്ട് ചെയ്യാനെത്തുമ്പോൾ ഒരു സത്യവാങ്മൂലം ഒപ്പിട്ട് വാങ്ങണം എന്ന നിർദ്ദേശവും നൽകിയിരിക്കുന്നു. ഇതിനോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിറങ്ങുമ്പോൾ മഷി മായ്ക്കാതിരിക്കുന്നതിനുള്ള ഒരു ക്രമീകരണങ്ങൾ, അല്ലെങ്കിൽ അത്തരം മായ്ക്കാതിരിക്കുന്നതിനോ പിന്നീട് ഈ മായ്ച്ച മഷി കണ്ടെത്തുന്നതിനോ ഉള്ള ഒരു ക്രമീകരണം ഏർപ്പെടുത്തണമെന്ന നിർദ്ദേശവും കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നു. നേരത്തെ ഇടക്കാല ഉത്തരവിലും സമാനമായ രീതിയിലുള്ള പരാമർശങ്ങൾ തന്നെയായിരുന്നു കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ കള്ളവോട്ടുകളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇരട്ട വോട്ടുകളുമായി ബന്ധപ്പെട്ട മുഴുവൻ ഉത്തരവാദിത്വങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷന് തന്നെയാണ് കോടതി നൽകിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ ഇത്രയും പുരോഗമിച്ചിരിക്കുന്നു. ഇനി പോളിംഗ് ബൂത്തുകളിലേക്ക് ജനം പോകാൻ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതുകൊണ്ട് ഇത്തരമൊരു സാഹചര്യത്തിൽ വോട്ടർ പട്ടിക റദ്ദാക്കുന്നത് പ്രായോഗികമല്ല എന്ന് കോടതിക്കറിയാം. ഒപ്പം തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ അനുസരിച്ച് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷം തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം എത്തിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വോട്ടർ പട്ടിക അസാധുവാക്കുന്നതിനും സാധിക്കില്ല. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഇരട്ട വോട്ട് ഇല്ലാതാക്കുന്നതിനുള്ള കർശനമായ നടപടികൾ സ്വീകരിക്കണമെന്ന നിർദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്നും ഈ വിധി ഉണ്ടായിരിക്കുന്നത്. ശരി, അനീഷ തുടരാമോ? ടി ജി സജിത്ത് കൂടി ചേരുന്നുണ്ട്. സജിത്ത്, കോടതിയുടെ വിധി ഇരട്ട വോട്ടിൽ വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും പോളിംഗിൽ ഉണ്ടാകാൻ പോകുന്നത്? ഈ ഇരട്ട വോട്ട് വിവാദം ഉണ്ടായതിനു ശേഷം കോടതി ഇത്തരം കർശനമായ ഒരു ഇടപെടൽ നടത്തിയത് തന്നെ സ്വാഭാവികമായും ആ വിവാദങ്ങൾക്ക് പ്രസക്തിയുണ്ട് എന്നതിന് തെളിവ് തന്നെയാണ്. പക്ഷേ അതിൽ ശ്രദ്ധേയമായ ഒരു കാര്യമുള്ളത്, പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ചത് 4 ലക്ഷത്തോളം ഇരട്ട വോട്ടുകൾ സംസ്ഥാനത്തുണ്ട് എന്നതാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ നിലപാടല്ല സ്വീകരിച്ചത്. ഏകദേശം 30,000-ലധികം ഇരട്ട വോട്ടുകൾ മാത്രമാണ് ഉള്ളത്. ആ ഇരട്ട വോട്ടിലുള്ളവരും ഇരട്ട വോട്ടുകൾ ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയുള്ള കർശനമായ മാനദണ്ഡങ്ങളും നിർദ്ദേശങ്ങളും അവർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. അത് പൂർണ്ണമായും കോടതി അംഗീകരിച്ചിട്ടുണ്ട്. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ സ്വീകരിച്ച നടപടികളിൽ തൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തീരുമാനം ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്ന് വേണം നമുക്ക് പറയാൻ. പക്ഷേ അതിൽ ഇരട്ട വോട്ടുകളുടെ എണ്ണം വളരെ ഞെട്ടിക്കുന്ന ഒരു എണ്ണമായിരുന്നു. ആ എണ്ണത്തിലേക്ക്
എണ്ണമുണ്ട് എന്ന കാര്യം ഹൈക്കോടതി അംഗീകരിച്ചിട്ടുമില്ല. ഇതാണ് നിലവിലെ സാഹചര്യം. പക്ഷേ ഈ ഇരട്ട വോട്ടുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രതിസന്ധി അത് വിവാദത്തിന് ഈ കോടതി വിധിയോടെ ആ വിവാദമില്ലാതാവുന്നില്ല എന്നതാണ് സാഹചര്യം. കാരണം അല്പസമയം മുമ്പ് നമ്മൾ കേട്ടതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകൾ. അദ്ദേഹം വ്യക്തമാക്കുന്നത് 4 ലക്ഷത്തോളം ഇരട്ട വോട്ടുകൾ ഉണ്ട് എന്ന് തന്നെയാണ്. ഒരു നിയമ പോരാട്ടത്തിലേക്ക് ഈ ഘട്ടത്തിൽ പോകുന്നില്ലെങ്കിൽ കൂടിയും ഇന്ന് രാത്രി ഇരട്ട വോട്ടുകളുടെ എണ്ണം അദ്ദേഹം പുറത്തുവിടുമെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ അത് കമ്മീഷന്റെ നിലപാടുകൾക്ക് വിരുദ്ധമല്ലേ എന്ന ചോദ്യം ഉയരും. സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അത് സജീവമായി തന്നെ നിലനിൽക്കുകയും ചെയ്യും. ഇതാണ് സാഹചര്യം. എന്തായാലും പ്രതിപക്ഷ നേതാവ് അദ്ദേഹം പറഞ്ഞ പോലെ ആ കണക്ക് അദ്ദേഹത്തിന് പുറത്തുവിടാൻ കഴിയുമോ, അതിൽ എന്താണ് അതിന്റെ പ്രസക്തി എന്ന കാര്യങ്ങൾ നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. എന്തായാലും ആ കാര്യം അങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും ഹൈക്കോടതിയുടെ ഈ ഇടപെടൽ ഉണ്ടായതോടുകൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികൾക്ക് ഒന്നുകൂടി കൃത്യത വേണ്ടിവരുന്ന സാഹചര്യമാണ് ഉള്ളത്. അതായത് നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇരട്ട വോട്ടുള്ളവരുടെ ലിസ്റ്റ് കണ്ടെത്തിയിട്ടുണ്ട്. അത് ഓരോ ബൂത്ത് ലെവൽ ഓഫീസർമാർക്കും കൈമാറും. ആ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് തുടർ പരിശോധനകൾ നടക്കേണ്ടത്. അതായത് പോളിംഗ് ദിവസത്തിൽ കൂടുതൽ കർശനമായി ഇക്കാര്യങ്ങൾ പാലിക്കാൻ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് ബാധ്യതപ്പെടുത്തുന്നു കൂടിയാണ് ഈ ഹൈക്കോടതി വിധി എന്ന പ്രസക്തി കൂടിയുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ പ്രഖ്യാപിച്ച നടപടികൾ കൂടുതൽ കർശനമായി അവർക്ക് നടപ്പിലാക്കേണ്ടി വരും. ശരി സജിത്ത്, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാർഗരേഖയാണ് ഹൈക്കോടതി ശരിവച്ചിരിക്കുന്നത്. ഇരട്ട വോട്ട് തടയാമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ഒരു വോട്ടേ ചെയ്യുന്നുള്ളൂ എന്ന് ഉറപ്പാക്കണം. കർശനമായ നിർദ്ദേശം ഹൈക്കോടതി നൽകിയിരിക്കുന്നു. ആവശ്യമെങ്കിൽ കേന്ദ്രസേനയെ വിന്യസിക്കാം എന്നും കോടതി പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാർഗരേഖയാണ് ഹൈക്കോടതി ശരിവച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് ഒരു കാര്യം ബോധ്യമായിരിക്കുന്നു. കേരളത്തിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വോട്ടർ പട്ടിക ഒരു അബദ്ധ പഞ്ചാംഗമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞ 68,000 വോട്ട് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞത് ഒരിക്കലും ശരിയല്ല. അവര് ഇത് വേണ്ട രീതിയിൽ പരിശോധിച്ചിട്ടില്ല. ഒരു ബൂത്തിലെ BLO ചോദിച്ചാൽ അയാളുടെ ബൂത്തിലെ കാര്യം അറിയൂ. ഇത് പല ബൂത്തുകളിലായിട്ട് ഓരോ പഞ്ചായത്തിലും പല ബൂത്തുകളിലായിട്ടാണ് ഈ വോട്ട് കിടക്കുന്നത്. അത് കണ്ടുപിടിക്കാൻ ഒരു BLO വിചാരിച്ചാൽ നടക്കില്ല. അതുപോലെ തന്നെ പല മണ്ഡലങ്ങളിൽ കിടക്കുന്ന വോട്ടുണ്ട്. അതൊരു BLO വിചാരിച്ചാൽ കണ്ടെത്താൻ കഴിയില്ല. ഞാനിപ്പോഴും ഉറച്ചു നിൽക്കുന്നു. 4,34,000 വോട്ട് ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. അതിനേക്കാൾ കൂടുതൽ വ്യാജന്മാരുണ്ട്. ഞാൻ കണ്ടെത്തിയത് 4,31,000 വോട്ടാണ്. അപ്പൊ അത് ഏതായാലും ഇന്ന് രാത്രി ഞാൻ പുറത്തുവിടുകയാണ്. ഇത് മുഴുവൻ www.operationtins@tins.com എന്ന വെബ്സൈറ്റിലൂടെ ഇന്ന് രാത്രി 9 മണിക്ക് ഞാൻ ഈ വ്യാജ വോട്ടർമാരുടെ മുഴുവൻ ലിസ്റ്റ് പുറത്തുവിടാൻ പോവുകയാണ്. വെബ്സൈറ്റിന്റെ പേര് ഒന്നുകൂടെ പറയാം. www.operationtins.com എന്ന പേരിൽ ഇന്ന് രാത്രി 9 മണിക്ക് ഞാൻ 4,34,000 വ്യാജ വോട്ടർമാരുടെ ഡീറ്റെയിൽസ് പുറത്തുവിടും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം തള്ളുകയാണ് പ്രതിപക്ഷ നേതാവ് ശരണ്യ സ്നേഹൻ ചേരുന്നു. ശരണ്യ, തെളിവ് ഇന്ന് തന്നെ പുറത്തുവിടുമെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ട്. എന്താണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ കണക്കുകളുമായി അദ്ദേഹത്തിന്റെ ഈ പറയുന്ന 4 ലക്ഷത്തിലധികം ഇരട്ട വോട്ടുകൾ ഉണ്ടെന്നുള്ള വാദം ശരിവെക്കുന്നതായിരുന്നില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിവരങ്ങൾ? എങ്ങനെയാണ് അദ്ദേഹം പ്രതികരിച്ചത്? മറ്റു വിശദാംശങ്ങൾ കൂടി. ധന്യ, കോടതി വിധി വരുന്നതിന് മുമ്പ് തന്നെ പ്രതിപക്ഷ നേതാവ് വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഈ 34,000 എന്ന കണക്ക് ഒരു വിധത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയത്. അത്തരമൊരു കണക്ക് തന്നെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടെത്തിയ കണക്ക് തന്നെ ഞെട്ടലുളവാക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. 4 ലക്ഷത്തിൽ പരം വോട്ടുകൾ ഈ കള്ളവോട്ട് ചേർത്ത്, അതായത് ഇരട്ട വോട്ടുകൾ ചേർത്തതായി തെളിവ് തന്റെ പക്കൽ ഉണ്ട് എന്നും അദ്ദേഹം പറയുന്നു. ഇപ്പോൾ ഹൈക്കോടതി വിധിയോടുകൂടി വിധി അദ്ദേഹം സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ പോലും ആ മാർഗരേഖ അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നതിൽ കൂടുതൽ പരിശോധനകൾ വേണമെന്ന് തന്നെയാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല വ്യക്തമാക്കുന്നത്. അദ്ദേഹത്തിന്റെ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. 38,000 എന്ന കണക്ക് അല്ല, അതിനപ്പുറത്തേക്ക് 4 ലക്ഷത്തിൽ പരം വോട്ടുകൾ, ഇരട്ട വോട്ടുകൾ പലയിടങ്ങളിലായി ചേർത്തിട്ടുണ്ട്. സംസ്ഥാനത്തൊട്ടൊക്കെ വ്യാപകമായ ഇത്തരത്തിൽ ഇരട്ട വോട്ട് ചേർക്കൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഇന്ന് രാത്രി 9 മണിയോടുകൂടി അദ്ദേഹം അത് പുറത്തുവിടുമെന്നും, അതായത് ഈ വോട്ടർമാരെ സംബന്ധിച്ച വിശദാംശങ്ങൾ പുറത്തുവിടുമെന്നുമാണ്, വെബ്സൈറ്റിലൂടെ പുറത്തുവിടുമെന്നുമാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുള്ളത്. ആ ആരോപണങ്ങൾ തന്നെയാണ് അദ്ദേഹം ഉറച്ചു നിൽക്കുന്നത്. ഇപ്പോൾ കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ അദ്ദേഹം സ്വാഗതം ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഇരട്ട വോട്ട് ചെയ്യാനായി തയ്യാറെടുക്കുന്ന വോട്ടർമാർ അവർ സത്യവാങ്മൂലം നൽകി പോവുക എന്നുള്ളത് അതിനെ അദ്ദേഹം തള്ളിക്കളയുകയാണ് ചെയ്തത്. അത്തരത്തിൽ കള്ളം കാണിക്കാനായി നിൽക്കുന്ന ആളുകൾ സത്യവാങ്മൂലം എടുക്കുക എന്നുള്ളത് തികച്ചും അപ്രായോഗികമാണ് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ കോടതിയുടെ ഇപ്പോഴത്തെ ഇടപെടലിൽ അദ്ദേഹം സന്തോഷം രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ശരി, നന്ദി ശരണ്യ.
കായംകുളത്തെ വോട്ടറെ തപാൽ വോട്ടിനിടെ പെൻഷൻ നൽകി സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന പരാതിയിൽ വരണാധികാരിയോട് ജില്ലാ കലക്ടർ റിപ്പോർട്ട് തേടി. അടിയന്തര റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. കായംകുളം മണ്ഡലത്തിലെ 77-ാം നമ്പർ ബൂത്തിലെ വോട്ടർക്കാണ് വോട്ട് ചെയ്യിക്കാൻ എത്തിയതിനൊപ്പം പെൻഷനും നൽകിയത്. വാർത്തകൾ തുടരും ഇടവേളയ്ക്ക് ശേഷം. സന്ദീപ് നായരെ ചോദ്യം ചെയ്യാൻ അനുമതി തേടി ക്രൈംബ്രാഞ്ച് കോടതിയെ സമീപിച്ചു. എറണാകുളം ജില്ലാ കോടതിയിലാണ് അപേക്ഷ നൽകിയത്. ജയിലിലെത്തി ചോദ്യം ചെയ്യണമെന്ന ആവശ്യം. രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ മൊഴി നൽകാൻ ഇഡി സമ്മർദ്ദം ചെലുത്തിയെന്നാരോപിച്ച് സന്ദീപിന്റെ പരാതിയിൽ ക്രൈംബ്രാഞ്ച് കേസെടുത്തിരുന്നു. എം.എസ്. അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ. ധന്യ, മുഖ്യമന്ത്രി അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ മൊഴി നൽകാൻ വേണ്ടി സന്ദീപിന് ഗൂഢാലോചന നടത്തിയെന്ന ആരോപണത്തിൽ നേരത്തെ കേസെടുത്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായാണ് സന്ദീപ് നായരെ ചോദ്യം ചെയ്യണമെന്ന ആവശ്യവുമായി ക്രൈംബ്രാഞ്ച് രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിന് എറണാകുളം ജില്ലാ കോടതിയിൽ അപേക്ഷ നൽകുകയും ചെയ്തിരിക്കുന്നു. തിരുവനന്തപുരത്തെ ജയിലിലെത്തി സന്ദീപ് നായരെ ചോദ്യം ചെയ്യണമെന്ന ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. നേരത്തെ 2 വനിതാ കോൺസ്റ്റബിൾമാരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സ്വപ്നയെ മുഖ്യമന്ത്രിക്കെതിരെ മൊഴി നൽകാൻ പ്രേരിപ്പിച്ചു എന്നാരോപിച്ചൊരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഈ കേസ് ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുകയാണ്. ഈ കേസിന്റെ വാദത്തിനിടെ ഇഡി ഉന്നയിച്ച കാര്യം, സ്വപ്നയ്ക്ക് സംബന്ധിച്ച് യാതൊരു പരാതിയുമില്ല, ഇത്തരത്തിൽ ഒരു വിധത്തിലുള്ള സമ്മർദ്ദവും ഇഡി ചെലുത്തിയെന്ന് സ്വപ്ന പറഞ്ഞിട്ടുമില്ല എന്നാണ് പറയുന്നത്. പക്ഷേ സന്ദീപിന്റെ കാര്യത്തിൽ സന്ദീപ് നേരത്തെ കോടതിയിൽ ഒരു അപേക്ഷ നൽകിയിരുന്നു. ഇത്തരത്തിൽ തന്നെ. ശരി, നന്ദി അന്വേഷണ വിവരങ്ങൾക്ക്. ഇഡിക്കെതിരായ ക്രൈംബ്രാഞ്ച് അന്വേഷണം നിയമപരമായി നിലനിൽക്കില്ലെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയിൽ. സ്വർണ്ണക്കടത്ത് കേസിലെ തെളിവുകൾ നശിപ്പിക്കാനാണ് ക്രൈംബ്രാഞ്ച് ശ്രമമെന്നും ഇഡി കോടതിയിൽ വ്യക്തമാക്കി. അതേസമയം തെളിവുകൾ കെട്ടിച്ചമച്ചാണ് കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണമെന്ന് സർക്കാർ ആരോപിച്ചു. കെട്ടിച്ചമച്ച രേഖകൾ വെച്ച് അന്വേഷണം നടത്തുന്ന ഏജൻസിക്ക് ഇത്തരത്തിൽ സംശയം തോന്നുന്നത് സ്വാഭാവികമാണെന്നും സർക്കാർ വാദിച്ചു. കേസിൽ വാദം തുടരുകയാണ്. സ്വർണ്ണക്കടത്തിൽ മുഖ്യമന്ത്രിക്കും പങ്കെന്ന് ആവർത്തിച്ച് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. സ്പീക്കർക്കെതിരെയും ഞെട്ടിപ്പിക്കുന്ന ആരോപണങ്ങളാണ് ഉയർന്നുവന്നിട്ടുള്ളത്. ഇത്തരം ഗൌരവതരമായ ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രിക്ക് മറുപടിയില്ല. സിപിഎമ്മിന്റെ ത്രിപുര, ബംഗാൾ അക്കൌണ്ടുകൾ ബിജെപി പൂട്ടി. കേരളത്തിലും അത് പൂട്ടുമെന്നും സുരേന്ദ്രൻ. ആഴക്കടൽ മത്സ്യബന്ധനത്തിന് അമേരിക്കൻ കമ്പനി EMCCയുമായി ഒപ്പിട്ട ധാരണാപത്രം റദ്ദാക്കിയില്ലെന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം തള്ളി സർക്കാർ. ഫെബ്രുവരി 26-ന് ധാരണാപത്രം റദ്ദാക്കി. KSIDC MD നൽകിയ കുറിപ്പിന്റെ പകർപ്പ് വ്യവസായ വകുപ്പ് പുറത്തുവിട്ടു. ചേർത്തല ഫുഡ് പാർക്കിൽ EMCCക്ക് ഭൂമി അനുവദിച്ച തീരുമാനവും അന്ന് തന്നെ റദ്ദാക്കിയിരുന്നു. എന്നാൽ MDയുടെ നോട്ടിൽ കാര്യമില്ലെന്നും ധാരണാപത്രം റദ്ദാക്കി സർക്കാർ ഉത്തരവിറക്കണമെന്നുമാണ് UDF ആവശ്യപ്പെടുന്നത്. EMCCയുമായി ധാരണാപത്രം ഒപ്പിട്ട KSIDC അത് റദ്ദാക്കിയതിനാൽ സർക്കാർ ഉത്തരവിന്റെ കാര്യമില്ലെന്നാണ് വ്യവസായ വകുപ്പിന്റെ മറുപടി. പാലാ നഗരസഭാ യോഗത്തിൽ ഭരണകക്ഷി കൌൺസിലർമാർ തമ്മിൽ കയ്യാങ്കളി. കേരള കോൺഗ്രസ് എം CPM കൌൺസിലർമാർ തമ്മിലാണ് ഏറ്റുമുട്ടിയത്. പാലാ ടൌണിൽ ഓട്ടോ സ്റ്റാൻഡ് സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കയ്യാങ്കളിക്ക് കാരണമായത്. വിഷയത്തിൽ CPM സംസ്ഥാന നേതൃത്വം ഇടപെടുകയും ഇരു പാർട്ടി നേതൃത്വങ്ങളും ചർച്ച നടത്തുകയും ചെയ്തു. വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസമാണ് ഉണ്ടായതെന്നും CPM കേരള കോൺഗ്രസ് സംഘടനം എന്ന നിലയിൽ ഇടതുമുന്നണിയെ താറടിക്കാനാണ് ശ്രമം നടക്കുന്നതുമായി സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ഇടതുമുന്നണി നേതാക്കൾ പറഞ്ഞു. കേരള കോൺഗ്രസും തമ്മിൽ ഉള്ള സംഘടനമായി ചിത്രീകരിച്ചിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വളരെ ബോധപൂർവം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തെയും താറടിച്ചു കാണിക്കുന്നതിന് വേണ്ടി വലതുപക്ഷ UDFും അതിൻ്റെ മുന്നണിയും രംഗത്ത് വന്നിരിക്കുന്നത് അപഹാസ്യമാണ്. വിവരങ്ങളുമായി ജി ശ്രീജിത്ത് ചേർന്നു. ശ്രീജിത്ത്, എങ്ങനെയാണ് പാലായിൽ തമ്മിൽ തല്ലുണ്ടായത്? ഇടതുമുന്നണി LDFന്റെ വിശദീകരണം എങ്ങനെയാണ്? ഇരു
കക്ഷികളും അതായത് കേരള അടി ഉണ്ടായ ബിനു പുളിങ്ങണ്ടവും ബൈജു കൊല്ലംപറമ്പിലും വിശദീകരിക്കുന്ന രണ്ട് കാര്യമാണ്. ബിനു പറയുന്നതനുസരിച്ച് ഓട്ടോ സ്റ്റാൻഡ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമെന്നാണ്. അതേസമയം ബൈജു കൊല്ലംപറമ്പിൽ പറയുന്നത് ഒരു സ്ഥാപനത്തിന് ലൈസൻസ് കൊടുക്കുന്നതിനെ ബിനു എതിർത്തിരുന്നു. വ്യക്തിപരമായ ചില എതിർപ്പുകൾ കാരണമാണ് ബിനു ഇതിനെ എതിർത്തത്. പക്ഷെ ആ സ്ഥാപനത്തിന് ഇന്ന് അവസാനം മാർച്ച് 31 ലൈസൻസ് നൽകി. ഇത് ചോദ്യം ചെയ്തുകൊണ്ടുള്ള തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചതെന്നാണ് ബൈജു കൊല്ലംപറമ്പിൽ പറയുന്നത്. എന്തായാലും രണ്ടുപേർക്കും അടി കിട്ടിയിട്ടുണ്ട് എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. പക്ഷേ പാർട്ടികൾ ഇടപെട്ടതിനാൽ ഇതൊരു കോംപ്രമൈസ് ചർച്ച എന്ന നിലയിൽ പോലീസ് കേസിലേക്ക് മറ്റും ഇരു കക്ഷികളും പോയിട്ടില്ല. സംസ്ഥാന നേതൃത്വം ഇടപെട്ട് ഇന്ന് ഈ അല്പസമയം മുമ്പ് ഇവിടെ യോഗവും ചേർന്നിരുന്നു. ഇരു പാർട്ടികളുടെയും ബിനു പുളിങ്ങണ്ടവും ബൈജുവും തമ്മിലും പങ്കെടുത്തു. ഇതിനുശേഷം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ലാലിച്ചൻ ജോർജാണ് പ്രധാനമായും മാധ്യമങ്ങളെ കണ്ടത്. അടി ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. ചിലർ കൈവീശുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അടി ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. മാത്രമല്ല മാധ്യമങ്ങൾ ഇത് CPM കേരള കോൺഗ്രസ് തർക്കം എന്ന നിലയിൽ വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ്. എല്ലാം ഇത് മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ ചില നീക്കമാണ് എന്നതാണ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുകളിൽ ചാരിയാണ് ഈ വിഷയത്തെ അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കുകയാണ്. പാലയിൽ വലിയ മത്സരം നടക്കുന്ന സാഹചര്യത്തിൽ CPM കേരള കോൺഗ്രസ് അണികൾക്കിടയിൽ ഇത് എങ്ങനെ ബാധിക്കുമെന്നതാണ് ഇനി അറിയാനുള്ളത്. നന്ദി ശ്രീജിത്ത്. പാലാ നഗരസഭയിൽ കയ്യാങ്കളി ഭരണപക്ഷ അംഗങ്ങൾ ഏറ്റുമുട്ടിയത് CPM-ഉം കേരള കോൺഗ്രസ് അംഗങ്ങളുമാണ്. വിവരങ്ങളാണ് ജി ശ്രീജിത്ത് നൽകിയത്. പാലായിലെ തമ്മിലടിക്ക് കാരണം എന്താണെന്ന് അറിയില്ലെന്ന് മാണി സി കാപ്പൻ. മുട്ടനാടുകളെ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കുന്ന ചെന്നായാകാനില്ല. തെരഞ്ഞെടുപ്പിൽ തനിക്കെതിരെ വരുന്ന ആരോപണം തരം താഴ്ന്നതെന്നും മാണി സി കാപ്പൻ പറഞ്ഞു. എനിക്കറിയില്ല അതിനെക്കുറിച്ച്. നന്നായിട്ട് അടിക്കട്ടെ, അടി വരട്ടെ, നല്ല കാര്യമല്ലേ. രണ്ടാട് തമ്മിൽ ആട്ടുമുട്ടന്മാരെ തന്നെ ഇടിപ്പിച്ചിട്ട് നടുക്കുന്നത് ചോര കുടിക്കാൻ നിൽക്കുന്ന ഒരു ചെന്നായിട്ട് തന്നെ കണക്കൂട്ടുണ്ടാകും. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. കൂടുതൽ വാർത്തകൾക്ക് malayalam.news18.com. ഐഫോൺ വിവാദത്തിൽ വഴിത്തിരിവ്. വിനോദിനി ബാലകൃഷ്ണൻ ഉപയോഗിക്കുന്നത് സ്വന്തം ഫോൺ തന്നെയെന്ന് കണ്ടെത്തൽ. സന്തോഷ് ഈപ്പൻ നൽകിയ ഫോൺ ഉപയോഗിക്കുന്നുവെന്ന ആരോപണം തെറ്റ്. ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇത് കണ്ടെത്തിയത്. വി അരുൺ ചേരുന്നു. അരുൺ, വലിയ വഴിത്തിരിവാണ് കേസിലുണ്ടായിരിക്കുന്നത്. ഐഫോൺ വിനോദിനിയുടേത് തന്നെയാണ് എന്ന കണ്ടെത്തലാണ് ഇപ്പോൾ ഉണ്ടായത്. മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? സന്തോഷ് ഈപ്പൻ നൽകിയ ഐഫോൺ വിനോദിനി ബാലകൃഷ്ണൻ ഉപയോഗിക്കുന്ന എന്നായിരുന്നു കസ്റ്റംസിന്റെ വിലയിരുത്തൽ. അതിന്റെ അടിസ്ഥാനത്തിലാണ് കസ്റ്റംസ് സംഘം വിനോദിനി ബാലകൃഷ്ണനെ ചോദ്യം ചെയ്യാൻ ഹാജരാകാൻ 2 തവണ നോട്ടീസ് നൽകിയത്. അതിനെ തുടർന്നാണ് വിനോദിനി ബാലകൃഷ്ണൻ ഈ വിഷയത്തിൽ ക്രൈംബ്രാഞ്ചിന് വിനോദിനിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തി പ്രാഥമിക റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം സമർപ്പിച്ചു. അതിൽ പറയുന്നത് ഇപ്രകാരമാണ്: സന്തോഷ് ഈപ്പൻ നൽകിയ ഫോൺ അല്ല വിനോദിനി ബാലകൃഷ്ണൻ ഉപയോഗിക്കുന്നത്. വിനോദിനി ബാലകൃഷ്ണൻ ഉപയോഗിക്കുന്ന സ്വന്തം ഐഫോൺ തന്നെയെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ. വിനോദിനി ഐഫോൺ വാങ്ങിയത് കവടിയാറിലെ ഒരു കടയിൽ നിന്നായിരുന്നു. കവടിയാറിലെ കടയുടമ ഈ ഫോൺ വാങ്ങിയത് ഒരു മൊത്തവിതരണ കേന്ദ്രമായ സ്പെൻസർ ജംഗ്ഷന്, തിരുവനന്തപുരത്ത് സ്റ്റാച്യു സമീപമുള്ള സ്പെൻസർ ജംഗ്ഷനിലെ കടയിൽ നിന്നാണ്. ഇതേ മോഡൽ ഫോൺ സ്പെൻസറിന്റെ കടയിൽ നിന്ന് സ്റ്റാച്യുവിലെ മറ്റൊരു കടയുടമയ്ക്കും നൽകി. സന്തോഷ് ഈപ്പൻ വാങ്ങിയത് ആ കടയിൽ നിന്നാണ്, സ്റ്റാച്യുവിലെ ആ കടയിൽ നിന്നാണ്. കേന്ദ്ര അന്വേഷണ സംഘം ഈ ഫോണിന്റെ IMEI നമ്പർ ആവശ്യപ്പെട്ടു. സ്റ്റാച്യുവിലെ കടയുടമ കടയിൽ നിന്നായിരുന്നു. ഈ 2 ഫോണുകളുടെയും IMEI നമ്പർ അവർ അന്വേഷണ സംഘത്തിന് കൈമാറി. ഇതാകാം ആശയക്കുഴപ്പത്തിനിടയാക്കിയത്. ഒന്നുകിൽ ഇതൊരു ആശയക്കുഴപ്പത്തിനിടയാവുകയും സന്തോഷ് ഈപ്പൻ നൽകിയ ഫോണിന്റെയും അതുപോലെ തന്നെ വിനോദിനി നൽകിയ ഫോണിന്റെയും IMEI നമ്പർ ഒന്നാണെന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്തു. അല്ലെങ്കിൽ അന്വേഷണ സംഘം മനഃപൂർവ്വം ഇത്തരമൊരു വ്യാജ തെളിവ് സൃഷ്ടിക്കാൻ ശ്രമിച്ചു. ഇതാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ നിന്ന് ലഭ്യമായ വിവരം. ഏതായാലും വിനോദിനി ബാലകൃഷ്ണനെ അന്വേഷണ സംഘം വീണ്ടും ചോദ്യം ചെയ്യാനിരിക്കുകയാണ്. നിർണായകമായ ഈ വിവരം ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് പുറത്തുവരുന്നത് സർക്കാരിന് വലിയ ആശ്വാസമാകുന്ന റിപ്പോർട്ടാണ്. പക്ഷേ അന്വേഷണ സംഘം എത്രത്തോളം വിശ്വാസ്യത ഈ ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ റിപ്പോർട്ടിൽ കാണിക്കുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും വിനോദിനി ഉപയോഗിക്കുന്നത് സ്വന്തം ഫോണാണ്. ഇതിന്റെ വിശദാംശങ്ങളെല്ലാം തന്നെ ഫോൺ വാങ്ങിയ ബിൽ രേഖകളടക്കം വിനോദിനിയുടെ പക്കലുണ്ടെന്നും ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം സർക്കാർ നൽകിയ റിപ്പോർട്ടിലുണ്ട്. ശരി, നന്ദി അരുൺ. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. തെരഞ്ഞെടുപ്പ് ചൂടിനിടയിൽ ജാഗ്രത കൈവിടരുത്. കോവിഡ് നമ്മെ വിട്ടുപോയിട്ടില്ല. മുൻകരുതലുകൾ ഉറപ്പാക്കുക. വാക്സിൻ എടുക്കുക. കൂടുതൽ വാർത്തകൾക്ക് malayalam.news18.com.